യെസ് പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഇങ്ങനെ ഒരു വെടിനിർത്തൽ ധാരണയിൽ എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും വെടിനിർത്തലിന് നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയെപ്പോലുള്ള രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇന്ത്യ 1971 അല്ലെങ്കിൽ 1999 ഇന്ത്യ അല്ല 2025 ഇന്ത്യ. ഇത് മനസ്സിലാക്കുന്നതിൽ പാകിസ്ഥാൻ സൈനിക നേതൃത്വം പരാജയപ്പെട്ടതാണോ, അതല്ല എന്തു വന്നാലും വേണ്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലൂടെയോ ഒന്ന് മുട്ടി നോക്കാം ഇന്ത്യയുമായിട്ടൊന്ന് ചിന്തിച്ചതുകൊണ്ടാവില്ല. എന്തായാലും ഒരു ആത്മഹത്യാപരമായ നീക്കത്തിനാണ് പാകിസ്ഥാൻ നീങ്ങുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും കഴിയില്ല. ഇന്ത്യയുടെ കൈവശം വച്ചിരിക്കുന്ന അത്യന്താധുനികങ്ങളായിട്ടുള്ള ആയുധങ്ങൾ, ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി, ഇന്ത്യയുടെ രാഷ്ട്രീയമായ യൂണിറ്റി, ഇതിൻ്റെ ഒന്നും മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷിയും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്കറിയാം, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഓപ്പറേഷനിലൂടെ വാസ്തവത്തിൽ ഇന്നുണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ നെറ്റിയിൽ ഇന്ത്യ ഒരു വിജയത്തിൻ്റെ സിന്ദൂര തിലകം ചാർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്ര ഗംഭീരമായ, കാരണം ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടതിലൂടെ ഇന്ത്യ പൊളിറ്റിക്കലി നമുക്ക് വിജയം നേടി, ഡിപ്ലോമാറ്റിക്കലി നമ്മൾ വിജയം നേടി, അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കായിട്ട് വിജയം നേടി, അതുപോലെ തന്നെ മിലിറ്ററി വിജയം നേടി. അപ്പോൾ രാഷ്ട്രീയമായും സൈനികമായും അന്തർദേശീയ തലത്തിൽ നയതന്ത്രപരമായുമുള്ള വിജയം നമ്മൾ എങ്ങനെ നേടി? നമ്മൾ നേടിയതിൻ്റെ കാരണം, നമ്മൾ ഈ സംഘർഷം തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് വേദനിച്ചിട്ടുണ്ട്, ഇന്ത്യക്കുണ്ടാക്കിയ വേദന ഉണ്ടാക്കിയ ആളുകളെ ഞങ്ങൾ ശിക്ഷിക്കും, ഉണ്ടാക്കിയ ആളുകളെ മാത്രമല്ല അതിന് സഹായം കൊടുത്തവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ ശിക്ഷ വളരെ കൃത്യമായി നടപ്പിലാക്കിയതിലൂടെ തന്നെ ഇന്ത്യയുടെ ശേഷി എന്താണെന്ന് ലോകത്തിന് മനസ്സിലായി, പാകിസ്ഥാന് മനസ്സിലായി, ലോകത്തിന് മനസ്സിലായി. കാരണം നമ്മൾ ഈ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ അതിർത്തി ലംഘിക്കാതെ ഇന്ത്യ ഉദ്ദേശിക്കുന്ന ഇടത്ത് ഇന്ത്യ ഉദ്ദേശിക്കുന്ന ആളുകൾക്കെതിരെ ആക്രമണം നടത്താൻ കഴിഞ്ഞു. അത് ശക്തമായി തെളിയിച്ചു. ആ ശക്തമായ ആക്രമണത്തിലൂടെ തന്നെ പാകിസ്ഥാൻ്റെ നില തെറ്റിപ്പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ശക്തമായ തിരിച്ചടിയാണ് നമ്മൾ അതിലൂടെ നൽകിയത്. നമ്മുടെ ഒരു വിമാനം പോലും അവരുടെ ബോർഡർ കടന്നു പോയില്ല. എന്നാൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ വലിയ ശിക്ഷയാണ് നൽകിയത്. നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നല്ലോ, നമ്മൾ നേരത്തെയൊക്കെ 2016 2019 നമ്മൾ അന്ന് ഇതിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ ശിക്ഷിക്കാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെ മാത്രമല്ല അതിനെ പിന്തുണയ്ക്കുന്നവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞതിലൂടെ ഇനി ഈ പറഞ്ഞ ആളുകൾക്ക് യാതൊരുവിധം ഈ രക്ഷാമാർഗവും ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അപ്പോൾ അതിലൂടെ പിന്നെ നമ്മൾ ലോകത്തിന് മുമ്പ് തെളിയിച്ചത് നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ ശേഷിയും നമ്മുടെ സൈനിക ശേഷിയും നമ്മുടെ രാഷ്ട്രീയ നേതൃശേഷിയുമാണ്. അപ്പോൾ കാരണം വെച്ചാൽ വെറുതെ നമ്മൾ ഒരു യുദ്ധത്തിന് പോവുകയല്ല ചെയ്തത്. 2016 നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ആക്രമണത്തിന് ശേഷം ഇവിടെ ആക്രമണത്തിന് ശേഷം 10 ദിവസത്തിന് ശേഷമാണെങ്കിൽ പുൽവാമ ആക്രമണത്തിന് ശേഷം 12 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ബാലക്കോട്ടിൽ ആക്രമണം നടത്തിയത്. ഇവിടെ നമ്മൾ 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ് നടത്തിയത്. ഈ 15 ദിവസവും നമ്മൾ വെറുതെ ഇരുന്നല്ല, 15 ദിവസവും നമ്മൾ വളരെ തന്ത്രപരമായി എങ്ങനെ, എവിടെ, ഏതെല്ലാം തരത്തിൽ നമ്മൾ ആക്രമണം നടത്തണം, ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകേണ്ടത് എന്ന് വളരെ കൃത്യമായി ആലോചിക്കുകയും അതോടൊപ്പം അന്തർദേശീയ തലത്തിൽ ഞങ്ങൾക്ക് വേദന ഏറ്റിട്ടുണ്ട്, ഞങ്ങൾ ആ വേദനയ്ക്ക് തിരിച്ചടി കൊടുക്കും, തീർച്ചയായും പാകിസ്ഥാനാണ് ഇതിന് പിന്നിലുള്ളത്, പാകിസ്ഥാന് ശിക്ഷ കൊടുക്കുമെന്ന് അന്തർദേശീയ തലത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പറയുകയും ഐക്യരാഷ്ട്ര സംഘടനയിൽ വെച്ച് തന്നെ നമ്മൾ ആ രാജ്യത്തെ ഇതൊരു തെമ്മാടി രാജ്യമാണ് എന്ന് പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ലോകത്തൊട്ടാകെ നമ്മൾ ആ ഒരു സന്ദേശം നൽകി, നമ്മളൊരു ഡിപ്ലോമാറ്റിക് വിക്ടറി അതിലൂടെ നേടി. എല്ലാ രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്, കാരണം നിങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് നേടിയെടുക്കുന്നതിന് നമുക്ക് വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായ തിരിച്ചടി നൽകി. ആ തിരിച്ചടി നൽകിയതിലൂടെ നമ്മൾ പാകിസ്ഥാനോട് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ മെഷേർഡ് റെസ്പോൺസാണ്, വി ആർ എ റെസ്പോൺസിബിൾ കൺട്രി, ഞങ്ങളൊരു ഉത്തരവാദിത്വമുള്ള രാജ്യമാണ്, ഒരു അന്തർദേശീയ തലത്തിൽ ഉത്തരവാദിത്വത്തോടെ നിൽക്കുന്ന രാജ്യമാണ്, ഞങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ല, ഞങ്ങളുടെ ഒരു കാലത്തും ആർക്കെതിരെ യുദ്ധത്തിന് പോയിട്ടില്ല, ഞങ്ങൾ സമാധാനം കാക്ഷിക്കുന്ന രാജ്യമാണ്. പക്ഷേ
ഞങ്ങളുടെ ജനങ്ങളെ, ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ നിങ്ങൾ വന്നാൽ തീർച്ചയായും ഞങ്ങൾ അതിനോട് അതിശക്തമായി പ്രതികരിക്കും എന്ന ഉത്തമമായ സന്ദേശമാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ സഹായിക്കുന്ന എല്ലാ ഭീകര സംഘടനകൾക്കും ഈ ആക്രമണത്തിലൂടെ നൽകിയത്. എന്നാൽ ആ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ കുറേ ഡ്രോൺസും കുറേ മിസൈൽസും ഒക്കെ ഇന്ത്യയിലേക്ക് വിടാൻ ശ്രമിച്ചു. ഇതാകെ കൂടി ഉള്ളതാണ്. ആ പാകിസ്ഥാൻ്റെ കയ്യിൽ ആ കൂടി ഉള്ളതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണ് വന്നത്. അങ്ങനെ പ്രയോഗിച്ചപ്പോൾ രണ്ടാമത് കണ്ടത് ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്ന S-400 ട്രയംഫ് മിസൈൽ, നമ്മൾ സുദർശന ചക്ര എന്ന് പറയുന്നത്, നമ്മുടെ ആകാശ് പ്രതിരോധ മിസൈലുകൾ. അപ്പം നമ്മുടെ കയ്യിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിരോധ മിസൈൽ സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം അപ്രസക്തമായി പോകുന്നതാണ് കണ്ടത്. അല്ല, അത് മാത്രമല്ല സാർ, ലോകത്തിന് മുമ്പിൽ അത് ഷോക്കേസ് ചെയ്യാനും പറ്റിയല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ എന്ന് പറയുന്നത് 1971 ഇന്ത്യയല്ല, 1999 ഇന്ത്യയല്ല, 2001 ഇന്ത്യയല്ല, ഇത് 2025 ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് പഴയ ഇന്ത്യയല്ല, സൈനികമായും സാമ്പത്തികമായി മൂന്നാമത്തെ ശക്തി, സൈനികമായി മൂന്നാമത്തെ ശക്തി, രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമായി ഉയരുന്നു. ഈ തരത്തിലെല്ലാമുള്ള ഒരു രാജ്യത്തോട് വാസ്തവത്തിൽ വിവേകമുള്ള ഒരു ഭരണാധികാരിയും ഒരു സേനാധിപനും ഒരു ആക്രമണവുമായി മുന്നോട്ട് വരേണ്ടതല്ല. പക്ഷേ പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് വിവേകം തൊട്ട് തീണ്ടിയിട്ടില്ല. അവിവേകത്തിൻ്റെ വിലയാണ് വാസ്തവത്തിൽ ഇന്ന് പാകിസ്ഥാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി കുടിക്കാൻ പോകുന്നത്. അല്ല, ഭാരതത്തിൻ്റെ ശക്തമായ പ്രത്യാക്രമണം അതൊരു ഘടകം, അത് താങ്ങാൻ പാകിസ്ഥാന് ആയില്ല എന്നുള്ളത് മാത്രമല്ല, പ്രത്യക്ഷത്തിൽ ലോക രാഷ്ട്രങ്ങളിൽ ആരുടെയും പിന്തുണ ലഭിച്ചില്ല അല്ലേ? ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ പിന്തുണ ഉണ്ടെങ്കിലും പക്ഷേ അത് അവർക്ക് ലഭിച്ചില്ല. മറ്റൊരു കാര്യം, ആഭ്യന്തര സമ്മർദ്ദം അല്ലേ? ബലോചി വിമോചന സേന അവർ കൊറ്റ പോലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു, മാത്രമല്ല അവരിന്ന് അന്ത്യശാസനം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അകത്ത് നിന്ന് തന്നെ വലിയ സമ്മർദ്ദം. മാത്രമല്ല, നമ്മൾ കണ്ടതാണ്, പാകിസ്ഥാൻ പാർലമെൻറ്റിൽ കൂട്ടക്കരച്ചിലായിരുന്നു അല്ലേ? റിട്ടയേർഡ് മിലിറ്ററി ഓഫീസേഴ്സ് പറയുന്നു, നിങ്ങളിതൊന്ന് നിർത്തൂ, ഈ യുദ്ധം കൊണ്ട്, ഈ സംഘർഷം കൊണ്ട് പാകിസ്ഥാന് ഒന്നും നേടാനാവില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ ഭരണകൂടത്തിലിരിക്കുന്ന വിവേകമുള്ളവരെ കൊണ്ട് ചിന്തിപ്പിച്ചത്. ഇത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകും, കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് പതിക്കും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവാപരാധങ്ങളും പൊറുക്കണമേ എന്ന് പറഞ്ഞ് ഭാരതത്തെ സമീപിച്ചു. താങ്കൾ പറഞ്ഞതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നമ്മൾ ഈ സംഘർഷം തുടങ്ങിയ ശേഷം കണ്ട രണ്ട് ചിത്രം എന്താണ്? ഒന്ന്, ഇന്ത്യയുടെ ചിത്രം. ഇന്ത്യ ഒന്നായി നിൽക്കുന്നു, ഇന്ത്യ ശക്തമായി നിൽക്കുന്നു. അവർ ഭീകരന്മാർ പരിശ്രമിച്ച എല്ലാവിധ ഭിന്നിപ്പിക്കൽ തന്ത്രത്തെയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ ഒന്നായി നിന്നെങ്കിൽ പാകിസ്ഥാനെ നമ്മളിവിടെ താങ്കൾ സൂചിപ്പിച്ചോളൂ, നമ്മൾ കണ്ട എന്താ? പാകിസ്ഥാൻ ചിഹ്ന ഭിന്നമാകുന്നു. പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിൽ അവർ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായി സമരം വരുന്നു. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് സ്വതന്ത്ര പ്രവിശ്യയാക്കാൻ ശ്രമിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിൽ സമരം നടക്കുന്നു. ഇമ്രാൻഖാൻ്റെ ആളുകൾ സമരവുമായി മുന്നോട്ട് വന്നുകൊണ്ട് ഇമ്രാൻഖാനെ ജയിൽ മോചിപ്പിക്കണമെന്ന് പറയുന്നു. പാകിസ്ഥാനിൽ രാഷ്ട്രീയ വിഭാഗവും സൈനിക വിഭാഗവും രണ്ടായി നിൽക്കുന്നു. മുൻ സൈനികർ പോലും പാകിസ്ഥാൻ പാർലമെന്റിൽ ഇനി ദൈവത്തിന് പോലും പാകിസ്ഥാൻ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ വിലപിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ രണ്ട് വിരുദ്ധ വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ദൗർബല്യത്തിൻ്റെയും ഒന്ന് ഭിന്നതയുടെയും ഒന്ന് സംഘർഷത്തിൻ്റെയും കൺഫ്യൂഷൻ്റെയും ഒരു കേന്ദ്രമാണെങ്കിൽ, നമ്മളിവിടെ യുണൈറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ ഒരേ തരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഭീഷണിയെ നേരിടുന്നതാണ് നമ്മൾ കണ്ടത്. പാക് പ്രധാനമന്ത്രി എവിടെയാണ്, ഷവാസ് ഷെരീഫ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുപോലെ പാക് സൈനിക മേധാവി അസിം മുനീർ, അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹത്തെ പിടിച്ച് മാറ്റാൻ പോകുന്നോ എന്നൊക്കെ കേട്ടതാണ്. അപ്പോൾ നോക്കൂ, നേതൃനിരയിൽ ആരുമില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അവിടെയാണ് ഗത്യന്തരമില്ലാതെ കീഴടങ്ങിയത് അല്ലേ? അക്ഷരാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. ഇവിടെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു മധ്യസ്ഥൻ്റെ റോളിൽ അവതരിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് തോന്നുന്നു. ഈ വെടിനിർത്തലിൽ മൂന്നാം കക്ഷി ഇല്ല എന്ന് ഭാരതം പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ഇതുവരെയായും വന്നിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു റോള് വഹിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു ആദ്യം മുതലുള്ള സമീപനം ഒന്ന് നോക്കണം.
ഈ സംഘർഷം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കുന്നല്ലോ, എന്താണ് നിങ്ങളുടെ നിലപാട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 10,500 വർഷമായിട്ട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, അത് അവരുടെ വിഷയം അവർ തന്നെ പരിഹരിച്ചോളും എന്നാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് മാർക്കോ റൂബിയോ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് മുതലായ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് പിന്നെ അവരുടെ വിഷയമാണ്, അവർക്കത് പരിഹരിക്കാൻ കഴിയും, ഞങ്ങളതിനെ തടപെടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി എന്നും ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് കൂടിയിട്ടാണ് വിജയിച്ചതെന്നും ഇന്ത്യയും ഗവൺമെൻറ് പറയുന്നതിന് മുമ്പ് തന്നെ പിന്നെ ട്രംപ് പ്രഖ്യാപിച്ചു. അപ്പോൾ അതെന്ന് പറയുന്നത് അതിനകത്തൊരു വസ്തുതയുണ്ട്. വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യവുമായി യുദ്ധത്തിന് യാതൊരു ശേഷിയുമില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുമായി സംഘട്ടനത്തിൽ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് അവരുടെ പിന്നെന്താണ് തലോട്ടപ്പന്മാരെന്നൊക്കെ പറയുന്ന ഈ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ചെന്ന് വീണ് കേണപേക്ഷിച്ചു. അതുകൊണ്ടാണല്ലോ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഒരു പ്രഖ്യാപനമില്ലാതെ സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി. അപ്പോൾ ആ ഇന്ത്യയിലെത്തിയത് ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിന് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ ഡിപ്ലോമസി അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ അതായത് ഈ പാകിസ്ഥാൻ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ ഏഷ്യയിലെ ഏറ്റവും ശക്തരായ സുഹൃത്തുക്കളാണ് ഇന്ത്യ. അപ്പോൾ നേരത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ എന്നാൽ നമുക്കറിയാം ഈ അഫ്ഗാനിസ്ഥാനും മറ്റെല്ലാം കൈവിട്ട് പോയതോട് കൂടിയിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയ്ക്ക് വേണ്ടതായി. ഈ പാകിസ്ഥാൻ ഇൻസിഗ്നിഫിക്കൻ്റ് ഇറലവൻ്റുമായി. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത്, അതായത് അമേരിക്കയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ ആഗോള രാഷ്ട്രീയത്തിൽ നന്നായി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യക്കെതിരായി ആക്രമണം നടത്തുന്ന സന്ദർഭത്തിൽ വാസ്തവത്തിൽ നേരത്തെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെടേണ്ടതായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നിരപരാധികളായ നിരവധി ആളുകൾ, എസ്പെഷ്യലി നമ്മുടെ ആ LOCയിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇവർ നടത്തിയ ഈ ക്രൂരമായ ആക്രമണത്തിൻ്റെ ഫലമായി നമ്മുടെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. നമ്മളൊരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല. അപ്പം നമ്മളൊരു യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടി വന്നു. വാസ്തവത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘർഷത്തിൽ ഇടപെട്ടു. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക യുദ്ധം നിർത്തു എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തേണ്ട രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം അവർക്കല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ വാസ്തവത്തിൽ കുറച്ചുകൂടെ നേരത്തെ ഇത് ഇടപെടേണ്ടതായിരുന്നു. പിന്നാലെ അവർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യ അമേരിക്കയുടെ നല്ല സുഹൃത്താണ്, പാകിസ്ഥാൻ്റെ നല്ല സുഹൃത്താണ്. ഈ രണ്ട് കൂട്ടരുടെ പുറത്തും സമ്മർദ്ദം ചെലുത്തി. കാരണം സമ്മർദ്ദം ചെലുത്തി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം നമ്മളെ സംബന്ധിച്ച് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിനുള്ള ശേഷിയുള്ള രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാനെ രക്ഷപ്പെടുത്തി, ഇപ്പോൾ ഈ രണ്ട് ശക്തികൾ തമ്മിൽ അടി നടക്കുമ്പോൾ ദുർബലനെ കുറച്ച് ആൾക്കാർ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമല്ലോ, ഏതാണ്ട് ആ മാതിരിയുള്ള പാകിസ്ഥാനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ അമേരിക്ക അവതരിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഇതിലൂടെ ഈ ട്രംപ് ഈ ഒരു എട്ടുകാലി മമ്മൂഞ്ചിൻ്റെ ഒരു സ്വഭാവക്കാരനാണ്. എല്ലാം ഞാൻ കാരണമാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അത് പിന്നെ ഗാസ, പലസ്തീൻ, പിന്നെ ഇസ്രായേൽ സംഘടനത്തിലും ഉക്രൈൻ റഷ്യ സംഘടനത്തിലും ഒക്കെ ഞാൻ ഒറ്റയടിക്ക് നിർത്തിക്കളെ, ഒറ്റ ദിവസം കൂടെ നിർത്തിക്കളയുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ഒരു നൊബേൽ സമ്മാനം ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് ഇനി ഇന്ത്യ പാകിസ്ഥാൻ സംഘടന ഞാൻ അവസാനിപ്പിച്ചു എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെയെങ്കിലും നൊബേൽ സമ്മാനം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പടം കൂടി ഇതിനകത്തുണ്ട്. കാരണം വാസ്തവത്തിൽ ആരാ ഇത് പറയേണ്ടത്? ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ് പറയേണ്ടത് ഞങ്ങൾ പിന്നെ സംഘടന നിർത്തുന്നു. അവിടെയാണ് നമ്മൾ അക്നോളജ് ചെയ്യുന്നത്. ഒരു പക്ഷേ അമേരിക്കയുടെയൊക്കെ റോൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? നമ്മളും കക്ഷികളായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, യുദ്ധം അവസാനിച്ചിരിക്കുന്നു.